ആറ്റുകാൽ പൊങ്കാല ഇത്തവണ ഭക്തിപുരസ്സരം ഗംഭീരമായി പര്യവസാനിച്ചു. എന്നിട്ടും വിവാദങ്ങളുടെ പൊങ്കാല അവസാനിക്കുന്നില്ല. ക്ഷേത്ര പരിസരത്തെ പൊങ്കാല മാലിന്യം നീക്കം ചെയ്യുന്നതിൽ ഉണ്ടായ നേരിയ കാലതാമസം ചിലർ മുതലെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം ക്ഷേത്രം ട്രസ്റ്റിന് തന്നെയെന്ന് ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ശരത് കുമാർ തന്നെ തുറന്നു പറയുകയും ചെയ്തു. മുൻവർഷങ്ങളിലും അങ്ങനെ തന്നെയാണ് നടന്നത്. ക്ഷേത്ര പരിസരത്തെ മാലിന്യം കോർപ്പറേഷൻ മുൻ വർഷങ്ങളിലും നീക്കം ചെയ്യാറില്ല എന്നും ശരത് കുമാർ പറയുന്നു. ശരത് കുമാറിന്റെ വാക്കുകളിലേക്ക്. ക്ഷേത്രഭൂമി കോർപ്പറേഷൻ വൃത്തിയാക്കില്ലെന്നൊക്കെയാണ് വ്യാപകമായിട്ട് പരാതി വരുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞവരത് ചോദിക്കുക, എനിക്കറിഞ്ഞില്ല. അതായത് ഈ ക്ഷേത്രഭൂമിയിൽ കിടക്കുന്ന മാലിന്യങ്ങളും അടക്കമുള്ള എല്ലാം ചുടുകട്ട അടക്കമുള്ള എല്ലാം വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന് കാലാകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇക്കൊല്ലം നമ്മൾ ചെയ്യുന്നു. അതിനെ ആര് സഹകരിച്ചാലും അവരെല്ലാം നമ്മളെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അവർ വന്നിട്ട് സഹായിക്കാറുണ്ട്. കോർപ്പറേഷൻ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് വൃത്തിയാക്കും. കോർപ്പറേഷൻ സഹകരിക്കുകയാണെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തും. അത് ആരെ സഹകരിച്ചാലും അവരെയൊക്കെ ഉൾപ്പെടുത്തും. അത്രേ ഉള്ളൂ. ഇത് വൃത്തിയാക്കുന്ന ടെൻഡർ വല്ലതും കൊടുത്തിരുന്നോ? ഇല്ല, ടെൻഡറൊന്നും കൊടുത്തില്ല. നമ്മുടെ ജീവനക്കാരെല്ലാം വെച്ചിട്ട് നമ്മളെ ജീവനക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരുപാട് താമസിച്ചു ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പരാതി വന്നുകൊണ്ടാണ് ഇത്തവണ വേഗത്തിൽ ചെയ്തത്. ചെരുപ്പൊക്കെ ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് ചെരുപ്പൊക്കെ മാറ്റാനുള്ള സംവിധാനവും ബാക്കിയുള്ളതൊക്കെ ചെയ്തതാണ്. ക്ഷേത്രത്തിന് മുമ്പിൽ മുഴുവൻ ചെരുപ്പൊക്കെ കിടന്നുകൊണ്ട് മാറ്റാൻ പിറ്റേ ദിവസം എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധി കാണിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അത്രേ ഉള്ളൂ. ഈ വിഷയത്തിൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രതികരണത്തിലേക്ക് വരാം. ആദ്യം പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് പോകുകയാണ്. കൊല്ലത്തു നിന്നും രഘുനന്ദനൻ ചേരുന്നു. ശ്രീ രഘുനന്ദൻ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, അതായത് ഏകദേശം 40ഓളം വാർഡുകളിലായി വ്യാപിച്ചു കിടന്ന പൊങ്കാല നിവേദ്യം നടത്താൻ വേണ്ടി ഭക്തർ ഉപയോഗിച്ച വഴിയോരങ്ങളും ആ പ്രദേശങ്ങളുമെല്ലാം കോർപ്പറേഷൻ നേരിട്ട് അന്ന് തന്നെ വൃത്തിയാക്കി. ബാക്കി വന്നത് പിറ്റേ ദിവസവുമായി മാലിന്യം സമ്പൂർണ്ണമായി നീക്കം ചെയ്തു. പക്ഷേ ക്ഷേത്ര പരിസരത്തെ പൊങ്കാല നേദ്യത്തിന് ശേഷമുള്ള മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യാൻ ക്ഷേത്രം ട്രസ്റ്റിന് തന്നെയാണ് ഉത്തരവാദിത്വം. അവർക്ക് തന്നെയാണ് അത് ചെയ്യാനുള്ള അധികാരവും. അതവർ സമ്മതിക്കുന്നുമുണ്ട്. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി അക്കാര്യം പറയുകയും ചെയ്തു. എന്നിട്ടും ചിലർ മനഃപൂർവ്വം വിവാദമുണ്ടാക്കി ഇതൊക്കെ കോർപ്പറേഷൻ്റെ പരാജയമാണ്, മാലിന്യ നീക്കം ക്ഷേത്രത്തിന് മുമ്പിൽ പോലും നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ ശ്രീ രഘുനന്ദൻ? എല്ലാ വർഷവും നല്ല പരിപൂർണമായിട്ടും ഇതെല്ലാം ചെയ്യുന്നതാണ്. ഈ വർഷവും ചെയ്തെന്ന് പറയുന്നു. പക്ഷെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വരുന്ന പടങ്ങൾ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള പടങ്ങളല്ല വരുന്നത്. വെളിയിലുള്ള ചിത്രങ്ങളും വരുന്നുണ്ട്. മാലിന്യമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ചിത്രങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് പിന്നെ അല്ല, റോഡിൽ അങ്ങനെ ആരെങ്കിലും മാലിന്യം അങ്ങനെ കൊണ്ടിടാറില്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും ഇകഴ്ത്തി കാണിക്കാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് CCTV ദൃശ്യങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അത് പരിശോധിച്ചാൽ തന്നെ അറിയാമല്ലോ. അപ്പൊ ക്ഷേത്രത്തിലെ കാര്യങ്ങളല്ല എനിക്ക് തോന്നുന്നു വിമർശനമായിട്ട് വന്നതും പത്രത്തിലും ചാനലിലും ഒക്കെ വന്നിട്ടുള്ളത് ഈ പുറത്ത് റോഡിലൊക്കെ കിടക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അതിൽ നീക്കം ചെയ്യാൻ താമസം വന്നെങ്കിൽ അത് അറിയിച്ചാൽ മതി. അത് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്താൽ മതി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാർ തമ്മിൽ വെറുതെ കിടന്ന് ചുടുകട്ടയുടെ കാര്യത്തിലും മാലിന്യത്തിന്റെ കാര്യത്തിലും കിടന്ന് തർക്കിക്കാതെ എല്ലാം മംഗളമായിട്ട് നടത്തണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ, അത് അങ്ങനെ തന്നെയാണ് ശ്രീ രഘുനന്ദൻ. മാലിന്യം അങ്ങനെ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് അതാരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതാണ് വലിയ വിഷയമായി വരുന്നത്. എന്താണോ വിഷയം അത് പരിഹരിക്കുക, അല്ലാതെ അതിന്മേൽ വിവാദമുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. വളരെയധികം നന്ദി ശ്രീ രഘുനന്ദനൻ. ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ പ്രതികരണം തേടിയ നമ്മുടെ റിപ്പോർട്ടർ പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി തന്നെ ഇക്കാര്യം പറയുകയുണ്ടായി. അവർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന പ്രതികരണം നമ്മൾ കൊടുത്തതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഇവിടെ ക്ഷേത്രത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിൽപ്പെട്ട പ്രദേശത്താണല്ലോ ഇപ്പോൾ ഈ പൊങ്കാലയുടെ മാലിന്യങ്ങൾ അവശേഷിക്കുന്നുവെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് കോർപ്പറേഷനെ മോശപ്പെടുത്താൻ ഉള്ളൊരു ശ്രമം അല്ലേ, പ്രത്യേകിച്ചും മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഒക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? പ്രശാന്ത് ശങ്കരമംഗലത്ത്. വിനോദെ, പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ദ്രുതഗതിയിലായിരുന്നു
ഇത്തരത്തിൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണ് മണ്ണ് ഇഷ്ടികകളടക്കമുള്ളവ മാലിന്യങ്ങൾ നീക്കം ചെയ്തത് മേയറുടെ നേതൃത്വത്തിൽ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ളവർ ഇതിനകത്ത് ഉൾപ്പെടുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരപരിധിയിലുള്ള എല്ലായിടങ്ങളിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കൃത്രിമ മഴ അടക്കം പെയ്യിച്ചുകൊണ്ട് അവിടെ നഗരം മുഴുവനും കഴുകി വൃത്തിയാക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ മാലിന്യങ്ങൾ പിന്നീട് ഉണ്ടായിരുന്നത് ക്ഷേത്ര പരിസരത്തായിരുന്നു. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേജുകൾ നിൽക്കുന്ന സ്ഥലത്തും അവിടെയുള്ള ആ ക്ഷേത്ര പരിസരങ്ങളിലായിരുന്നു ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂടുതലായി കെട്ടിക്കിടന്നത്. എന്നാൽ അങ്ങനെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ആ സ്ഥലത്ത് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു, അത് നഗരസഭ നീക്കം ചെയ്യുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായിട്ടൊരു പ്രചരണം ഉണ്ടായിരുന്നത്. CPM-ൻ്റെ അടക്കം സൈബർ ഇടങ്ങളിൽ ഇത് വലിയ രീതിയിൽ പ്രചരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ഫേസ്ബുക്കിലടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ആയാലും ശരി, ഇൻസ്റ്റാഗ്രാം ആയാലും ശരി, അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ നഗരസഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, നഗരസഭയെ വിമർശിച്ചുകൊണ്ട് വ്യാപകമായിട്ട് വിമർശന പോസ്റ്റുകൾ ഇറങ്ങിയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ഈ വിമർശന പോസ്റ്റുകൾ വന്നതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ, ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിമർശനങ്ങൾ വന്നത്. അതിന് പിന്നാലെ ഈ നേമം മണ്ഡലത്തിൻ്റെ MLA കൂടിയായ മന്ത്രി V. ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPM-ൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഇത്തരത്തിൽ നഗരസഭയുടെ വീഴ്ചയാണ് ഇതെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ തന്നെ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ തേടിയത്. അതിലാണ് കൃത്യമായി സെക്രട്ടറി പറയുന്നത്, ഇത് ക്ഷേത്രം പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എല്ലാ കൊല്ലവും അങ്ങനെയാണ്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഏകദേശം 10 ദിവസത്തോളം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. എന്നാൽ ഇക്കൊല്ലം അത്രയും താമസിക്കുന്നില്ല, നേരത്തെ തന്നെ വേഗത്തിൽ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിലവിലെ വിവാദങ്ങൾക്ക് തങ്ങൾക്കറിയില്ല, പ്രശാന്ത് ഒന്ന് തുടരണം. നമുക്ക് എറണാകുളത്ത് നിന്നും ശ്രീ വിനോദ് എന്നുള്ള പ്രേക്ഷകൻ നമ്മളോട് പ്രതികരിക്കുന്നു. ശ്രീ വിനോദ്, പ്രതികരിക്കാം. ഇത് ഒരു ഇനി ഇലക്ഷൻ കഴിയുന്നവരെ നാടകങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. ഒരു നാടകം കഴിഞ്ഞല്ലോ, ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞല്ലോ. അതായത് ദേവസ്വം ബോർഡ് കൊടുത്ത സത്യവാങ്മൂലത്തില് അവര് ഒരു കറക്ഷൻ ചെയ്തുകൊണ്ട് അവരിപ്പോ കൊടുത്തിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ രണ്ടാമത്തേതാണ്, ഇനി അടുത്തത് വരും. അങ്ങനെ നീണ്ടു പോകും. ഇത് ജനങ്ങൾക്ക് അറിയാതെ, ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അവരുടെ അവസാനത്തെ എന്താ പറയാ, ആണിന്ന് പറയില്ല, ആണി അടിക്കണ ഇതാണിത്. അത് തീർച്ചയായിട്ടും ഇത്തവണത്തെ ഇലക്ഷനിൽ ആൾക്കാരെ അതിന് മറുപടി കൊടുക്കും. ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിച്ചിട്ട് അവർ ജയിക്കാന്നാണ് അവർ വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ, വളരെയധികം നന്ദി. ഇതൊക്കെ നാടകമാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അപ്പോൾ ഇതൊക്കെ ഒരു നാടകം ആണ് നടക്കുന്നത്. ജനങ്ങൾ ഇതിനൊക്കെ കൃത്യമായി പ്രതികരിക്കുമെന്നാണ് എറണാകുളത്ത് നിന്നും ശ്രീ വിനോദ് പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരാം. കാരണം ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി തന്നെ പറയുന്നു ഇത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്ക് തന്നെയാണ്. എങ്കിൽ പിന്നെ എങ്ങനെ ഇത് വിവാദമായി മാറുന്നു? ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പറയുന്നുണ്ടല്ലോ പ്രശാന്ത്. വിനോദ, അത് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഉൾപ്പെട്ടതും ക്ഷേത്രം സെക്രട്ടറി തന്നെ അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നുണ്ട് ഇത്തരത്തിൽ തങ്ങൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം, തങ്ങൾ തന്നെയാണ് എല്ലാ വർഷവും ചെയ്തത്. കഴിഞ്ഞ വർഷം കുറച്ചധികം സമയം നീണ്ടുപോയി, അതായത് ഈ ക്ലീനിങ് നടത്തുവാൻ, ക്ഷേത്ര പരിസരം വൃത്തിയാക്കിയെടുക്കുവാൻ കഴിഞ്ഞ വർഷം കുറച്ചധികം സമയം നീണ്ടുപോയി. എന്നാൽ ഈ വർഷം അത്രത്തോളം സമയമെടുക്കുന്നില്ല. വേഗത്തിൽ തന്നെ തങ്ങൾ ഇത് വൃത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് അടക്കമുള്ള മാലിന്യങ്ങളിൽ അവിടെ ഇവിടങ്ങളിലായി കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് മാറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സമയമെടുത്തുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത് എന്നതാണ് ക്ഷേത്രം സെക്രട്ടറി നമ്മളോട് പറയുന്നത്. ഇനി ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ആ ക്ഷേത്രം ഭാരവാഹികൾ മാലിന്യം നീക്കം ചെയ്യുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് തങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്കും പങ്കുചേരാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ, ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അവർക്കും ഇതിൽ പങ്കുചേരാൻ തടയില്ല എന്നും ക്ഷേത്രം സെക്രട്ടറി പറയുന്നു. എന്നിരിക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ അത് സ്വയം വരുത്തി വയ്ക്കുന്നൊരു വിവാദമാണെന്ന് പറയേണ്ടി വരുന്നത്. വിനോദ, ഒരു കാര്യം ഇത് പറയുന്നത്, ഈ കഴിഞ്ഞ ഒരു 45 കൊല്ലമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് CPM-ന്റെ ഭരണസമിതിയാണ്. ഈ 45 കൊല്ലവും
ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല നടന്നിരുന്നു. ഈ പൊങ്കാലയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, അതായത് വൃത്തിയാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടത്തിയതും ഈ ഭരണസമിതിയുടെ ഭാഗത്താണ് നടന്നു വന്നത്. അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന്. അത് വി ശിവൻകുട്ടി, ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്ന ആളാണ് വി ശിവൻകുട്ടി, നിയമമണ്ഡലത്തിൻ്റെ MLA ആണ് വി ശിവൻകുട്ടി. അങ്ങനെ വി ശിവൻകുട്ടി അടക്കമുള്ള മറ്റ് ഒട്ടുമിക്ക CPM നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, ആരാണ് വൃത്തിയാക്കേണ്ടത്, എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നതടക്കമുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ യാതൊന്നും അറിയാത്തവരല്ല ഇവരാരും. എന്നാൽ നിലവിലെ പ്രസ്താവന എന്ന് പറയുന്നത്, നിലവിലിപ്പോൾ ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ പ്രശംസിക്കുന്നു. ഭരണസമിതി വലിയ രീതിയിൽ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയും ഈ പൊങ്കാല കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നഗരം വൃത്തിയാക്കുകയും ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രാധാന്യത്തോടെ വന്നു. വലിയ രീതിയിൽ ഈ മേയറെ അടക്കമുള്ളവരെ, മേയറെയും മറ്റ് ഭരണസമിതിയിലെ അംഗങ്ങളെ അടക്കം പ്രശംസിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രശംസാ പോസ്റ്ററുകളടക്കം വരുന്ന സാഹചര്യമുണ്ടായി. നഗരസഭയുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കണം, ഇത്തരത്തിൽ ചിട്ടയോടുകൂടി വേണം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ നടത്താമെന്ന രീതിയിൽ നഗരസഭയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നു. ഇതോടുകൂടിയാണ് CPM-നും ഇത്തരത്തിൽ വി ശിവൻകുട്ടിക്കും അടക്കം ഭയപ്പാടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തങ്ങളുടെ കാൽച്ചടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുന്നു എന്നൊരു സംശയം ഉടലെടുക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു അബദ്ധ പ്രചരണം അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതെ, അങ്ങനെ തന്നെയാണ് പ്രശാന്ത്, അങ്ങനെ തന്നെയാണ്. കാരണം പുതിയൊരു ഭരണ സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാധ്യമായിരിക്കുന്നു. അതേ തുടർന്നാണ് ഇത്തരം വിവാദങ്ങൾ, ഇന്നേ വരെ ഉണ്ടാകാത്ത ഇത്തരം വിവാദങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ചടയമംഗലത്തു നിന്നും ശ്രീ ബിനുകുമാർ ചേരുന്നു. ശ്രീ ബിനുകുമാർ, പ്രതികരിക്കാം. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. അതായത് സാറേ, അതായത് നമുക്ക് അസംബ്ലി ഇലക്ഷൻ വരുന്നു. അസംബ്ലി ഇലക്ഷൻ വരുന്നതിന്റെ ഒരു വെപ്രാളമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ ഭരണം അവർ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ഒരു തിരിച്ചടിയായിട്ടും ആണ് അവർ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ലെൻസ് വെച്ച് മേയർ രാജേഷിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലെൻസ് വെച്ച് അതിനകത്തൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അവർ പിടിച്ചു കയറും. പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. തിരുവനന്തപുരത്തെ ജനങ്ങൾ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന്റെ കൂടെയുണ്ട്. സത്യത്തിൽ ഒരു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒരു ചാക്ക് പോലും ബാലൻസ് വയ്ക്കാതെ അവർ കംപ്ലീറ്റ് തൂത്തുവാരി അവിടുത്തെ ജനങ്ങൾ അറബിക്കടലിൽ കൊണ്ടുവന്ന് ഒഴുക്കി കഴിഞ്ഞു. ഇനി കേരളത്തിലെ ഭരണവും കൂടെ ഈ മേയർ രാജേഷിന്റെ പാർട്ടിയെ ഏൽപ്പിക്കുന്ന ജോലിയുള്ളവർക്ക് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റം പറയാൻ നിൽക്കണ്ടല്ലോ. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം പറയാൻ നമ്മുടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ്. അതൊരു വലിയ മാലിന്യം. അത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ അങ്ങ് അഴുകി കിടക്കുകയാണ്. അതെല്ലാം ക്ലീൻ ചെയ്യണം. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇനി വേസ്റ്റിലെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിന്റെ വർക്കിലേക്ക് പോവുക. നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ഇവരൊക്കെ ഒരു കച്ചിത്തുരും വീട്ടാൻ നോക്കിയിരിക്കുകയാണ്. ചുമ്മാതെ വേസ്റ്റിന്റെ പുറകെ നടക്കുകയാണ്. വേസ്റ്റുകൾ എന്നും വേസ്റ്റിന്റെ പുറകെ തന്നെ നടക്കും. അതാണ്, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കുന്ന വിവാദമാണ് എന്ന് പ്രേക്ഷകരെല്ലാം പ്രതികരിക്കുന്നു. ചടയമംഗലത്തു നിന്നും ശ്രീ ബിനുകുമാറും പറഞ്ഞത് അങ്ങനെയാണ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിവാദമാണ്. പ്രത്യേകിച്ചും ഇന്നേ വരെ ഭരണത്തിൽ വരാത്ത BJP തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ മുതലാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രശാന്ത്, തുടരാം. പ്രശാന്ത്, നമ്മുടെ പ്രേക്ഷകരും പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. യാതൊരു ഉത്തരവാദിത്വമില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതിൻ്റെ ചുമതല കോർപ്പറേഷൻ അല്ല എങ്കിൽ പോലും വളരെ കൃത്യമായി കോർപ്പറേഷനെ മലിനപ്പെടുത്താനുള്ള വിവാദങ്ങളാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുമ്പിലുള്ള അല്ലെങ്കിൽ ക്ഷേത്ര സങ്കേതത്തിലെ മാലിന്യം നീക്കാൻ ക്ഷേത്ര ഭരണസമിതിക്കാണ് ഉത്തരവാദിത്വമെന്ന് അവിടുത്തെ ഭരണസമിതി തന്നെ പറയുകയാണ്. എന്നിട്ടും മന്ത്രിമാരടക്കം പറയുകയാണ് ഇത് കോർപ്പറേഷൻ്റെ പരാജയമാണ് എന്ന്. ഇപ്പോൾ എന്താണ് ഈ ക്ഷേത്ര പരിസരത്തെ മാലിന്യ നീക്കത്തിൻ്റെ, അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ് പ്രശാന്ത്? വിനോദ്, എന്തായാലും കോർപ്പറേഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ക്ഷേത്ര പരിസരത്തെത്തി മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരടക്കമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എത്തിക്കൊണ്ട് ഇത്തരത്തിൽ
ഈ നിലവിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ എന്തായാലും കോർപ്പറേഷൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദ്രുതഗതിയിൽ തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമ്പോഴും ഈ വിവാദങ്ങൾ, നിലവിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ അത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലാണ് എന്ന് പറയാൻ, അതായത് കരുതിക്കൂട്ടിയാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലടക്കം മുൻകാലങ്ങളിലടക്കം ഇത്തരത്തിൽ 10-12 ദിവസത്തിന് ശേഷമാണ് ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. ക്ഷേത്ര ഭരണസമിതി തന്നെ ടെൻഡർ വിളിക്കുകയും ഒരു ഏജൻസി ഏൽപ്പിക്കുകയും ചെയ്യും. ആ ഏജൻസി മുഖാന്തരമാണ് തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നത്. ഇതെല്ലാമാണ് വസ്തുത എന്നിരിക്കെ ഇതെല്ലാം CPM നേതാക്കൾക്കറിയാം, ആ മണ്ഡലത്തിൽ ആ വാർഡിലുള്ള CPMൻ്റെ നേതാക്കൾക്കറിയാം. അതോടൊപ്പം തന്നെ മുൻ മേയറായിരുന്ന മന്ത്രി വി ശിവൻകുട്ടിക്കറിയാം. അങ്ങനെയുള്ള എല്ലാവർക്കും അറിയാമെന്നിരിക്കെ നിലവിൽ നഗരസഭയെ കരിവാരി തേച്ചുകൊണ്ട് പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഈ പുതിയൊരു ഭരണസമിതിയുടെ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ മാലിന്യങ്ങളെല്ലാം ഇത്തരത്തിൽ കെട്ടിക്കിടക്കാനുള്ള കാരണമെന്നതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ഈ ഭരണസമിതിയെ കരിവാരി തേക്കുന്നതിലൂടെ തുടർന്നുണ്ടാകുന്ന ഇലക്ഷന് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം ഈ ഭരണപരാജയമാണ് എന്നടക്കമുള്ളവ ഉയർത്തിക്കടിച്ചുകൊണ്ട് തങ്ങൾക്ക് മുന്നേറാനുള്ളൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാക്കിയാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ നീക്കത്തെ കാണുന്നത്. എന്തായാലും ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ക്ഷേത്രം ഭാരവാഹികളും ഈ പ്രചരണത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. തള്ളിക്കളയാണ്. പ്രശാന്ത്, നമുക്ക് ഒരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്നും ശ്രീ മണി ചേരുന്നു. മണി, പ്രതികരിക്കാം. സാറേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. പിന്നെ ഈ ആളുകൾ കണ്ടോണ്ടിരിക്കില്ല, ഈ പൊങ്കാല തീരുന്നതിനകത്ത് മുമ്പ് തന്നെ അവിടെ വൃത്തിയാക്കാൻ തുടങ്ങില്ല. ഇവർക്ക് എന്ത് കണ്ണ് കാണാൻ വേണ്ടി. അതേ കണക്ക് തന്നെ പിന്നെ ഈ മാലിന്യങ്ങളെല്ലാം ഈ എവിടെ പൊങ്കാലയിടുന്നു അവിടെ എല്ലാം എവര് ചെന്ന് ചെയ്യാനൊക്കെ അവര് സ്പെഷ്യലായിട്ട് എത്ര ആളുകൾ നിർത്തി അവിടെ വൃത്തിയാക്കിച്ചത്. അതേപോലെ തന്നെ സാറേ, ഈ പിന്നെ ഈ ജനങ്ങളെ ഇട്ട് ഇവരിങ്ങനെ എന്തിനാ ഈ കാണിക്കുന്നത്? ഇവര് എന്തോ ചെയ്യുന്നു അവിടെ? കഴിഞ്ഞതിന് അവര് അവിടെ ഇരുന്നല്ലേ പരിചയം. അന്നേരം അവിടെ ഈ പൊങ്കാലയിട്ടപ്പോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അന്ന് ഈ മന്ത്രിമാർക്കൊന്നും പറയാൻ കാര്യമില്ല. ഇപ്പോഴാണ് അവർ പറയുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആ വസ്തുവിലെ മാലിന്യം നീക്കം ചെയ്തില്ല, അത് കോർപ്പറേഷന്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത് മന്ത്രിമാരടക്കം. ശ്രീമതി മണി, അതിപ്പം കോർപ്പറേഷൻ എങ്ങനെ പറയേണ്ട കാര്യം? അവർക്ക് ചെയ്യാവുന്നത് അവര് ചെയ്തു. ഈ പൊങ്കാല തീരുന്ന സമയത്തല്ലേ അവര് ചെയ്തോണ്ടിരുന്നല്ലേ? അതെ, അതെന്ത് ചെയ്യാതെ അത് കാണാൻ വയ്യായോ? പിന്നെ അതാണൊക്കെ ട്രസ്റ്റ് ചെയ്യേണ്ടത് അവരുടേതായ ഉത്തരവാദിത്വം. ഈ പൊങ്കാല എന്ന് പറയുന്നത് അമ്പലക്കാരുടെ ഉത്തരവാദിത്വം. പിന്നെ ഈ കോർപ്പറേഷൻ ചെയ്യുന്ന അവരുടെ കടമ അവര് ചെയ്യുന്നു. അതിന് ഈ പരാതി പറയേണ്ട ഒരു കാര്യവും ഇല്ല. ഇവർക്ക് ഒരു ജോലിയില്ല. ഇവരെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ BJP-ക്കാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വളരെയധികം നന്ദി. എനിക്ക് പറയാനുള്ളൂ. വളരെയധികം നന്ദി ശ്രീമതി മണി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. പ്രേക്ഷകരൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്തെ മാലിന്യ നീക്കം അന്ന് തന്നെ ആരംഭിച്ചതാണ് കോർപ്പറേഷൻ. ക്ഷേത്രത്തിന് മുൻഭാഗത്തെ മാലിന്യ നീക്കത്തിന് ഉത്തരവാദികൾ ഞങ്ങൾ തന്നെയെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു.